കണ്ട് ഐസ് മലകളൊക്കെയാണ്. ഐസ് മലയാണ് സോണാമാർഗ്. ഐസ് മല കാണാനും ഐസ് വരാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അവിടുത്തെ തണുപ്പ് 9 ഡിഗ്രി ഇതായിരുന്നു. അങ്ങനെ ചുറ്റും കെട്ടിടങ്ങൾ, ടൗണിലൊക്കെ കെട്ടിടങ്ങളുണ്ട്. അകത്തോട്ട് ചെല്ലുമ്പോൾ ചെറിയ ചെറിയ വീടുകൾ, ഗ്രാമപ്രദേശം, മല, സാറ്റലൈറ്റ് നദി എല്ലാം ഒക്കെയാണ്. സോൺമാർഗ് 3 മണിക്കൂറോളം യാത്ര ചെയ്താണ് സോൺമാർഗിൽ എത്തി. അവിടെ ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ച് ലഞ്ച് അവിടെ നിന്നാണ് കഴിച്ചത്. ലഞ്ച് താലി മീൽസ് ആണ് കഴിച്ചത്. താലി മീൽസ് കഴിച്ച് അതിനുശേഷം കുറച്ച് പർച്ചേസിങ് ഒക്കെ അവിടെ ചെയ്ത്, പർച്ചേസ് ചെയ്യാൻ അധികമൊന്നുമില്ല. പേഴ്സുകൾ, മാല, സ്വെറ്റർ, ക്യാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾ മേടിച്ചോളൂ. അത് കഴിഞ്ഞ് വേറെ ചെറിയ കാറിലാണ് മഞ്ഞുമലയിലേക്ക് പോകുന്നത്. ഓരോരുത്തർ 7 പേര് വെച്ചുള്ള ചെറിയ കാറിൽ പുറപ്പെട്ടു മഞ്ഞുമലയിലേക്ക്. മഞ്ഞുമലയിലേക്ക് പുറപ്പെട്ട് അവിടെ എല്ലാം മഞ്ഞുമല, മഞ്ഞ് വാരാം, ഐസ് വാരാം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. 3-4 പോയിന്റിൽ നിർത്തും. ഇത് കഴിഞ്ഞാൽ പിന്നെ അമർനാഥിലേക്ക് പോകാം. പിന്നെ കാർഗില്, ലേ ലഡാക്ക് ഒക്കെയാണ്. അത് പിന്നെയും കിലോമീറ്ററുകളുണ്ട്. പിന്നെ അപ്പുറം പാകിസ്ഥാനും ചൈനയൊക്കെ. അപ്പം ഞങ്ങള് ഈ മഞ്ഞുമല കാണാനായിട്ട് 3-4 പോയിന്റുകളിൽ ഞങ്ങളെ നിർത്തി തന്ന് അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ മഞ്ഞുമലയിൽ നിന്ന് തിരിച്ച് പുറപ്പെട്ടു. അവിടെ വെള്ളച്ചാട്ടമുള്ള ഒരു താഴ്വരയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് റൂമിൽ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തി. മഞ്ഞും ഐസും നമ്മുടെ പ്രകൃതിക്ക് പറ്റാത്തതായത് കാരണം എല്ലാവർക്കും തിരിച്ച് ദേഹാസ്വസ്ഥ, ഛർദിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എല്ലാവരും രാത്രി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞങ്ങളെ ടൂലിപ്പ് ഗാർഡൻ കാണിക്കാൻ കൊണ്ടുപോകുന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ.